ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇതപ്പം നമ്മൾ മൈസൂർ ഒരു ഹോട്ടലിലാണുള്ളത്. ഇവിടുന്ന് ഇന്നലെ രാത്രി നമ്മൾ വന്നതാണ്. നമ്മളൊരു 4 പേരായിട്ട് 2 ബൈക്കിൽ വന്നതാണ്. നേരെ പോകുന്നത് ഹൊഗേനക്കൽ എന്ന് പറഞ്ഞ ഒരു അടിപൊളി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി അങ്ങോട്ടേക്ക് നേരെ വിട്ടതാണ്. പക്ഷേ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്ത്, അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട് മെല്ലെയാണ് വന്നത്. അതുകൊണ്ട് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ മൈസൂർ വന്ന് ഇവിടെ ഇപ്പോൾ റൂമിലുള്ള ഇവിടുന്ന് റൂമെടുത്ത് സെറ്റായി. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ഇവിടെ നിന്ന് നേരെ ഹൊഗേനക്കലേക്ക് വിടാനുള്ള പരിപാടിയാണ്. ഏകദേശം 150 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്ന കാഴ്ചകൾ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ രാത്രി വരുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല മഴയായിരുന്നു. അപ്പോൾ എടുത്തതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ടേക്കുള്ള യാത്ര തുടങ്ങാം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. മൈസൂരിൽ നിന്ന് കുറേ ദൂരം എത്തി. വരുന്ന വഴിക്ക് ചായയും കാര്യങ്ങളും കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. അതേ സമയത്ത് തന്നെ ഇപ്പം നമ്മൾ ഹൊഗേനക്കലേക്ക് പോകാൻ ഏകദേശം ഒരു 150 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് മൈസൂരിൽ നിന്ന്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ശ്രീജിത്തും വിഷ്ണുവും ബേക്കിൽ വരുന്നുണ്ട്. ഞാനും നിമിലുമാണ് മുന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് സെറ്റായിട്ടാണ് പോകുന്നത്. നല്ല വൈബ് മൂഡിലാണ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളത്. ഗൈസ്, അതേ സമയത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് മച്ചന്മാരാണ്. അടിപൊളിയായിട്ട് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൂട്ടത്തിലൊരു പ്രത്യേകതയുണ്ട്. അവർ പോകുന്ന വണ്ടികൾ CBR 250, MT, V3, V4 അങ്ങനത്തെ കുറേ വണ്ടികളുടെ ഇടയിൽ ഈ കാണുന്നുണ്ടോ സ്പ്ലെൻഡറാണ് ഈ പോകുന്നത്. ആ മച്ചാന്മാരുടെ കൂടെ ആ ഒരു പയ്യൻ പോകുന്ന പോക്കണ്ട ഞെട്ടിപ്പോവും. അവരതേ സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മൂപ്പരാ പോകുന്ന കേട്ടോ. ഇതിൽ ഒന്നാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം നമ്മളതിൽ ഏത് വണ്ടി എന്നല്ല, നമ്മൾ യാത്ര പോകാനുള്ള ആ ഒരു മനസ്സ്, അതാണ് എല്ലെന്ന് പറയുന്ന അതിനുള്ളൊരു അർത്ഥം ഇപ്പോഴാണ് നേരിട്ട് കാണാൻ പറ്റിയത്. ഗൈസ്, ഫൈനലി ഇതാ ഹൊഗേനക്കൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ബൈക്ക് പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ ഫ്രീ ആണ് ബൈക്ക് പാർക്ക് ചെയ്യാൻ. ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരു വണ്ടിയും കൂടെ വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെ കാണാം. നേരത്തെ അടപ്പൂരി ഇതുണ്ട. നമ്മൾ വന്ന സമയത്ത് കണ്ട പയ്യന്മാരാണ്. അവരും ഇപ്പോൾ അത് അവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. പെട്ടെന്ന് തന്നെ കയറിയിട്ട് ഇറങ്ങണം. ഇവിടെ എന്താ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ഈ ഒരു പുഴയിൽ കൂടെ കൊട്ടത്തോണിയിൽ നമ്മളെ കൊണ്ടുപോകും. ഏകദേശം 2 മണിക്കൂറിനടുത്തുണ്ട്. എന്നാൽ കാഴ്ചകളും ആ വെള്ളച്ചാട്ടവും അടിപൊളി വൈബാണ്. നമ്മളൊരു 5 വർഷത്തിന് മുന്നേ ഇവിടെ വന്നതാണ്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകൾ അങ്ങോട്ടുള്ളത് കാണാം കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ പുഴയിൽ കൂടെയുള്ള കൊട്ടത്തോണിയുള്ള യാത്ര മാത്രമല്ല, കുട്ടികൾക്കൊക്കെ കളിക്കാനും ബാക്കി വരുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നില്ലേ, അതൊക്കെ അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ കൊണ്ട് ആർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോറടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എൻജോയ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതേ സമയത്ത് തന്നെ ഞാനിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നിമിലും ശ്രീജിത്തും പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ടിക്കറ്റിന് നമുക്ക് വന്നത് 4 പേർക്ക് കൊട്ടത്തോണിയിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി വന്ന ചാർജ് 1500 രൂപയാണ്. ഇവിടെ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ലിക്വിഡ് മണി എടുക്കില്ല. ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് കൗണ്ടറിൽ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിൽ അക്കൗണ്ടിൽ ക്യാഷ് ആയതുകൊണ്ട് അത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി 50 രൂപ അവർ ചാർജ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും കയ്യിൽ ക്യാഷ് കരുതിയിട്ട് വരിക. 4 പേർക്ക് 1500 രൂപയാണ് ചാർജ് വരുന്നത് ഒരു കൊട്ടത്തോണിയിൽ. നമ്മളിതാ ടിക്കറ്റും കാര്യങ്ങളും എടുത്ത് ഇവിടുന്ന് ഒരു ഫോം നമുക്ക് ഫില്ല് ചെയ്തിട്ടു. ആ ഒരു മഞ്ഞ കളറുള്ള ഫോം, ആ ഒരു റെസിപ്റ്റ് പോലത്തെ, അതിവിടെ കാണിക്കണം. എന്നാലേ കൊട്ടത്തോണി കയറാൻ പറ്റുള്ളൂ. അത് വരുന്നവരെയൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. അതേസമയത്ത് നമ്മളിതാ കൊട്ടത്തോണിയിൽ കയറി
ഈ പ്രാവശ്യം വന്ന സമയം കുറച്ച് നമ്മൾ തെറ്റിപ്പോയി. മൺസൂൺ തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേണമായിരുന്നു അങ്ങോട്ട് വരാൻ. കാരണം എന്നാലാണ് വെള്ളവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ വന്ന സമയത്ത് വെള്ളമൊക്കെ കുറവാണ്. അതുകൊണ്ട് ഇവർ ഈ കൊട്ടത്തോണിയിൽ നമ്മളൊരു 100 മീറ്റർ 200 മീറ്റർ അപ്പുറത്തേക്ക് ആൾക്കാർ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, അപ്പുറത്തേക്ക് നമ്മളെ കടത്തി വിടും. അവിടെ നിന്ന് നമ്മൾ വേറൊരു കൊട്ടത്തോണിയിൽ പോകണം. ഇവിടെ നമ്മളിത് വന്നിറങ്ങി അങ്ങോട്ട് നടന്നു പോകുന്നതാണ്. കണ്ടോ, അപ്പുറത്തെ സൈഡിൽ നിന്നാണ് വന്നത്. ഇനി കുറച്ച് ദൂരം മുന്നോട്ട് പോകണം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഇത് നമ്മൾ മെയിൻ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുണ്ട്, വെള്ളമൊക്കെ കുറവാണ്. ഏകദേശം ആ ഒരു മുകളിൽ കാണുന്ന ആ പാറയൊക്കെ മൂടുന്നത്ര വെള്ളമുള്ള സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 100 അടിക്ക് മുകളിൽ ഇതിന് ആഴമുണ്ട്. ഇപ്പം അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് 60 അടി മാത്രമേ വെള്ളവും കാര്യങ്ങളും ഇപ്പം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ താഴേക്ക് വന്ന് അവിടെ അത്യാവശ്യം നല്ല ആളുകളുണ്ട്. അതേ സമയത്തുണ്ട് ഒരു ലാബിന് അവിടെ കിടക്കുന്ന, അതതിൻ്റെ ഓണർ കൊണ്ടുവന്നെയാണ് ആ കൊട്ടത്തോണിയിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർ ഓരോ രീതിയിൽ എൻജോയ് ചെയ്യുന്നതാണ്. ഇതാ നമ്മളിപ്പം ഒരു കൊട്ടത്തോണിയിലേക്ക് കയറി ഇനി ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ 1.5-2 മണിക്കൂറിനടുത്ത് ഈ ഒരു വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയുള്ള യാത്രയാണെന്നാണ് മൂപ്പരിപ്പോൾ പറയുന്നത്. അത്യാവശ്യം നമ്മൾ വന്ന സമയത്ത് ഉള്ള ആളുകളെക്കാട്ടി ഇപ്പോൾ ആളുകൾ കുറവാണ്. കാരണം വെള്ളവും കാര്യങ്ങളൊക്കെ ആയി വരുന്നുള്ള സീസൺ ശരിക്കും ടൈം ആവുന്നേ ഉള്ളൂ എന്നാണ് ആ മൂപ്പര് പറഞ്ഞത്. ഏകദേശം 400 കൊട്ടത്തോണിക്ക് മുകളിൽ ഇവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പം നമ്മൾ നേരെ പോകുന്നൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്കാണ്. കിടിലൻ വൈബാണ്. അതിൻ്റെ അടിയിൽ പോയിട്ട് നിന്നിട്ട് വീഡിയോ എടുക്കാനും അവിടെ നിന്ന് ഇങ്ങനെ ആ വെള്ളമൊക്കെ നമ്മൾ മേത്തേക്ക് വീഴുമ്പോഴൊക്കെ വേറൊരു ഫീലാണ്. അതേ സമയത്ത് തന്നെ ഇതണ്ട നിമിലും ശ്രീജിത്തും വിഷ്ണുവൊക്കെ ഇവിടെ നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അത്ര ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് കിട്ടിയൊരു അടിപൊളി സ്പോട്ടാണല്ലോ. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള വൈബിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ അങ്ങ് കണ്ട് സെറ്റായിട്ട് അങ്ങ് പോവാട്ടോ. അങ്ങനെ ഈ ഒരു വൈബിൽ എൻജോയ് ചെയ്ത് വരുന്ന സമയത്ത് കണ്ടൊരു മറ്റൊരു കാഴ്ചയാണിത്. ആ ഒരു കൊട്ടത്തോണിയിൽ മൊത്തം ബിസ്ക്കറ്റ്, ലേസ്, വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മൂപ്പര് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ സെയിൽ ചെയ്യുന്നതാണ്. കാരണം ഏകദേശം ഒരു 2 മണിക്കൂർ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തായാലും അവശനായി പോവും. നമ്മൾ തന്നെ ഇപ്പോൾ മടുത്ത് അടപ്പൂരി വെള്ളം കുടിക്കൽ തന്നെയാണ് നമ്മൾ പണി. നമ്മൾ വരുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം കൊണ്ടാണ് കയറിയത്. നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്. പെട്ടെന്ന് ക്ഷീണം വരും. എന്താ അവിടെ പൈസ കൊടുക്കണം? നമ്മളിതപ്പോൾ നേരെ മുന്നിൽ കാണുന്ന ആ പാറയിലെ ഡിസൈൻ കണ്ടോ, അടിപൊളിയല്ലേ? അത് ഇവിടെ വെള്ളം നിറഞ്ഞ് ഒഴുകിയിട്ട് ആ ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടായൊരു ഡിസൈനാണ്. അവിടെ ചെറിയ ഗുഹയും കാര്യങ്ങളൊക്കെ പോലെയുണ്ട്. അടിപൊളിയാണ് കാണാനൊക്കെ. ഇപ്പം നമ്മൾ നേരെ മുന്നിൽ കാണുന്നത് കർണാടകയാണ്. അവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അങ്ങോട്ട് കുറേ കൊട്ടത്തോണികൾ വേറെ നിർത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്നത് ഇത് തമിഴ്നാട്ടിൽ നിന്ന് നേരെ പോകുന്നത് ഇനി കർണാടക ബോർഡറിലേക്കാണ് പോകുന്നത്. ആദ്യം നമ്മൾ വന്ന സമയത്ത് അവിടം വരെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോഴൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് മൂപ്പരതുണ്ട് അവിടുന്ന് ആ ബോർഡറിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ബോട്ട് കൊട്ടത്തോണി അങ്ങോട്ട് തിരിക്കുന്നതാണ്. ആദ്യം നമ്മൾ വന്നപ്പോൾ ഈ ഒരു മണലിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് നടന്നു പോയിട്ടൊക്കെ കുളിക്കാനൊക്കെ പറ്റിയ ഏരിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നേരെ ഇപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു വന്ന അതാണ് കർണാടക ബോർഡർ. ഇത് കുറച്ചും കൂടെ മുന്നോട്ട് എത്തി. ആ സമയത്ത് ആ പാറേൻ്റെ മുകളിൽ ആ ചേച്ചിമാരൊക്കെ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് നിൽക്കുന്നത്. അവിടെ നിന്ന് തന്നെ അവർ മീനും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരും. വേണ്ടവർക്ക് അവിടെ നിന്ന് തന്നെ ഒന്ന് വാങ്ങി കഴിക്കാനൊക്കെ പറ്റും. അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശക്കുന്നവർക്ക് അവിടെ നിന്ന് വാങ്ങാം. നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല, നേരെ തിരിച്ച് യാത്രയിലാണ്. ഇതവിടെ കുറേ നേരം ഇരുന്നിരുന്ന് ക്ഷീണിച്ച് അടപ്പൂരി ഒരു സൈഡായിപ്പോയി.
ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടക്കാനുള്ള ഒരു ഏരിയ ഉണ്ടെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ച് ഇപ്പോൾ വന്ന അത്രയും ദൂരം ബോട്ടിൽ തന്നെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഈ ഒരു പാറേൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ആ പാറേൻ്റെ ഹൈറ്റിൽ വെള്ളമുള്ള സമയത്താണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ ലെവൽ തന്നെയാണ്. ആ മൂപ്പര് നമ്മളടുത്ത് പറഞ്ഞ ആ ഒരു വെള്ളം മൊത്തം മൂടിയിരിക്കുന്ന സമയം, അതായത് പാറയ്ക്ക് മുകളിൽ വെള്ളമുള്ളപ്പോൾ മാത്രമാണ് ഇവിടെ കൊട്ടത്തോണി ഇറക്കാൻ പറ്റാത്തത്. ആ പാറേൻ്റെ ആ ഒരു ഏരിയൻ്റെ അത്രയൊക്കെ വെള്ളം വരുന്ന സമയത്ത് വരെ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്താണ് നമ്മളും വന്നത്. അപ്പോൾ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ വേറൊരു വൈബായിരുന്നു. ഇതുണ്ടോ, അതാണ് ആ കർണാടക ബോർഡർ. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് കയറി പോകുന്നതാണ്. അതിലെ കുറച്ച് മുന്നോട്ട് നടന്ന ഒരു കിടില സ്പോട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ല. നമ്മളിപ്പോൾ വന്ന ആ ഒരു വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരെ ഇറക്കിയിട്ട് ആ കൊട്ടത്തോണി ഉണ്ടോ ഫ്രീ ആയിട്ട് പോകുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെ അങ്ങോട്ട് പോകാം. കാരണം അവിടെ എത്തുമ്പോൾ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിലാണ് നടന്നു പോയി നമുക്ക് മുകളിലത്തെ ആ ഒരു വ്യൂവും കൂടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്. കുറച്ചും കൂടെ നമ്മളിതാ മുന്നോട്ടേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഈ പാറേൻ്റെയൊക്കെ മുകളിൽ നിന്നിട്ട് കാണുന്ന ആ ഒരു വ്യൂ അടിപൊളിയാണ്. കിഡിലിനൊരു ഫ്രെയിമാണ്. ഇതുണ്ടോ, അവരൊക്കെ അവിടെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പോയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അതേ സമയത്ത് തന്നെ ഈ പാറേൻ്റെയൊക്കെ ചുറ്റുപാട് ഇങ്ങനത്തെ ഓരോ മലനിരകളാണ്. അടിപൊളി കാഴ്ചകൾ, നല്ല കിടിലം പച്ചപ്പിലുള്ള ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് മുകളിൽ കൂടെ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ കുറച്ച് ദൂരം എത്തിയപ്പോൾ അവിടുത്തെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ട്. അതിൻ്റെ താഴെ തന്നെ കുറേ പേര് ഇതാ കുളിക്കുന്നുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ അവിടെയുണ്ട്. ഇതാണ് നല്ല കിടിലം വെള്ളച്ചാട്ടം. 2 എണ്ണം നമ്മളിവിടുന്ന് കാണുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നേരെ മുന്നിലൊരു കമ്പിപ്പാലം ഉണ്ട്. അതിലാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. ഇനി കുറച്ച് നേരം ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ ആ ഒരു തണൽ ഇപ്പോഴാണ് കിട്ടിയത്. അവിടെ കുറച്ച് നേരമായി നമ്മളൊന്ന് ഇരിക്കുന്നത്. ഇതവിടെ നമുക്ക് ഇറങ്ങിയിട്ട് വേണം കുളിക്കാം. നമ്മളിനി കുളിക്കാനും കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പോകാനുള്ള പരിപാടിയാണ്. എങ്ങനെയുണ്ട്? കിടില ഫ്രെയിമല്ലേ ഈ കാണാൻ. ഇതാ വിഷ്ണു നിമിലും ശ്രീത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് ഒരുപാട് ആളുകൾ അവിടെ ആ ഒരു വെയിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. വരുന്നവർക്കൂടെ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, കിടിലം വെള്ളച്ചാട്ടമല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മൺസൂണൊക്കെ നല്ല കിടിലനായിട്ട് പെയ്യുന്ന ആ ഒരു സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് ഓർത്ത് നോക്ക്. നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് ഈ ഒരു കമ്പി വേലിയിൽ കൂടെ തിരിച്ചങ്ങോട്ട് പോകുന്നതാണ്. അവിടെ നിന്ന് തിരിച്ചു വരുന്നവർക്ക് മാത്രമേ ഈ എക്സിറ്റ് ഉള്ളൂ. നമുക്ക് അപ്പുറത്ത് കൂടെ ഇങ്ങോട്ട് വരാം. പക്ഷേ അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ കണ്ട് തിരിച്ചു പോക്ക് മാത്രമേ നടക്കുള്ളൂ. അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഇവിടുന്ന് ഇറങ്ങാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, ഇവിടുത്തേതാ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ട് നേരെ വന്ന് ആദ്യം കണ്ട കടയിൽ തന്നെ കയറി ഒരു സർവത്ത് അടിക്കാനുള്ള പരിപാടിയാണ്. നല്ല അവശരായിപ്പോയി എല്ലാവരും നടന്ന്. ഇനിയിപ്പോൾ ഇത് അവിടുന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് തിരിച്ച് ഇറങ്ങുന്നതാണ്. ഇനി എവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം ഏകദേശം ഒരു വൺ സൈഡ് തന്നെ 330 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടുണ്ട് ഇവിടുന്ന്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് തിരിച്ചിറങ്ങുന്നതാണ്. അപ്പോൾ കിടിലം കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു കിടിലം കാഴ്ചയും വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം കേട്ടോ.